നമസ്കാരം KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ വിശദീകരിച്ച് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ IAS. പെരുമാറ്റച്ചട്ടവും ക്രമസമാധാന പാലനവും ഉറപ്പുവരുത്തുന്നതിനായി വിവിധ സ്ക്വാഡുകൾ പ്രവർത്തനം ആരംഭിച്ചു. വടക്കേ മലബാറിലെ യാത്രക്കാരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമം. മംഗലാപുരം രാമേശ്വരം ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ അനുമതി. ഒസങ്കടി ടൗണിൽ സ്ഥാപിച്ച തെരുവ് വിളക്ക് തൂണുകളിൽ പലതും പൊളിഞ്ഞു വീഴാറായ നിലയിൽ. കാൽനട യാത്രക്കാരുൾപ്പെടെ വലിയ രീതിയിലുള്ള അപകട ഭീഷണി നേരിടുന്നു. തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ ഒറ്റക്കുഴി കക്കൂസുകൾ പഴങ്കതിയാവുന്നു. ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ പ്രീ ഫാബ്രിക്കേറ്റഡ് സെപ്റ്റിക് ടാങ്കുകൾ വിതരണം ആരംഭിച്ചു. ചെറുവത്തൂർ തുരുത്തിയിൽ പള്ളികത്തീപിന്റെ മുറി തുറന്ന് പണം കവർന്ന 3 യുവാക്കൾ അറസ്റ്റിൽ. അറസ്റ്റിലായത് പഴയങ്ങാടി വെങ്ങര സ്വദേശികൾ. കേരള NGO സംഘ് കാസർഗോഡ് ജില്ലാ സമ്മേളനം നഗരസഭ വനിതാ ഭവനിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി AS സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ വിശദീകരിച്ച് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ IAS. പെരുമാറ്റച്ചട്ടവും ക്രമസമാധാന പാലനവും ഉറപ്പുവരുത്തുന്നതിനായി വിവിധ സ്ക്വാഡുകളും ജനങ്ങളുടെ പരാതി അറിയിക്കാൻ കൺട്രോൾ റൂമും പ്രവർത്തനം ആരംഭിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ജില്ലയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പൊതുജനങ്ങളും മാധ്യമങ്ങളും മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കേണ്ടതാണെന്ന് കളക്ടർ അറിയിച്ചു. പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കുന്നതിനും ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തുന്നതിനും വിവിധ സ്ക്വാഡുകൾ പ്രവർത്തനം ആരംഭിച്ചതായും കളക്ടർ അറിയിച്ചു. ജില്ലയിലെ 10,51,111 ഇലക്ടർമാരാണ് ഇപ്പോൾ വരയ്ക്കും ജില്ലയിലുള്ളത്. അതിൽ പുരുഷന്മാർ 5,13,579, സ്ത്രീകൾ 5,37,525 ആളുകളുണ്ട്. ട്രാൻസ്ജെൻഡർ വോട്ടർമാർ 7 ആളുകളുണ്ട്. നമ്മുടെ ജില്ലയിൽ ഫസ്റ്റ് ടൈം വോട്ടേഴ്സ് ആദ്യത്തെ വോട്ട് ചെയ്യുന്ന ആളുകൾ 12,559 ആളുകൾ നമ്മുടെ ഈ ഫസ്റ്റ് ടൈം വോട്ടേഴ്സ് ആണ്. മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ഇപ്പോൾ ഇതിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആണ്. മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ഇപ്പോൾ നിലവിലുണ്ട്. എല്ലാവരും, അതായത് പൊളിറ്റിക്കൽ പാർട്ടി ഫങ്ഷണറീസ്, അതുപോലെ തന്നെ ഒഫീഷ്യൽസ്, മീഡിയ, ഇവരെല്ലാവരും ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് പാലിക്കണം. അതിൽ ചിലത് കറപ്റ്റ് പ്രാക്ടീസസ് ഉണ്ട്, ഇലക്ടോറൽ ഒഫൻസസ് ഉണ്ട്. നമ്മളെ ഒഫീഷ്യൽ വെഹിക്കിൾസ് ഇലക്ഷനറിക്ക് ആരും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു IPC സെക്ഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. 171H. ഇതിൽ പറയുന്നത് ഒരു സ്ഥാനാർത്ഥിയോ അവരുടെ ഇലക്ഷൻ ഏജന്റോ അവരുടെ അപ്രൂവൽ ഇല്ലാതെ വേറെ ആരും അദ്ദേഹത്തിന് വേണ്ടി പോസ്റ്ററോ അദ്ദേഹത്തിന് വേണ്ടി ക്യാമ്പയിനോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ, അദ്ദേഹത്തിന് ഓത്തറൈസേഷൻ ഇല്ലാതെ ചെയ്താൽ ചെയ്യുന്ന ആൾക്കെതിരെ നമ്മൾ 171H കേസെടുക്കും. അതുപോലെ തന്നെ അതായത് ചെയ്തിട്ട് എക്സ്പെൻഡിച്ചർ വിങ്ങിലും നമ്മൾ അതിൽ ഉൾപ്പെടുത്തും, എക്സ്പെൻഡിച്ചറിൽ വരും. അപ്പോൾ അതൊന്ന് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. കളക്ടറേറ്റിൽ പൊതുജനങ്ങൾക്ക് പരാതി നൽകുന്നതിന് കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചതായും ജില്ലാ കളക്ടർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാതയിൽ ചാലിങ്കാലിൽ സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട് ഡ്രൈവർ മരിച്ചു. കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന മെഹബൂബ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തിങ്കളാഴ്ച വൈകിട്ട് 3:30യോടെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. മംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് ദേശീയപാതയിൽ ചാലിങ്കാലിൽ നിയന്ത്രണം വിട്ട് തലകീഴായി മറിയുകയായിരുന്നു. പുല്ലൂർപെരിയ പഞ്ചായത്തിന് സമീപത്ത് ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്തുനിന്ന് സർവീസ് റോഡിലേക്ക് വെട്ടിക്കുന്നതിനിടെയാണ് ബസ് നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞത്. അപകടത്തിൽ ബസ് ഡ്രൈവർ മരണപ്പെട്ടു. മധൂർ രാംനഗർ സ്വദേശി ചേതൻ കുമാറാണ് മരിച്ചത്. Hey,
വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ബസ്സിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നത്. ഏറെ ശ്രമപ്പെട്ടാണ് ബസ്സിൽ നിന്ന് യാത്രക്കാരെ പുറത്തെടുത്തത്. കാസർഗോഡ് നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. വിവരമറിഞ്ഞ് അമ്പലത്തറ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിനിറങ്ങി. പരിക്കേറ്റവരെ കാഞ്ഞങ്ങാട് ജില്ലാശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളിലുമായി പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചാലിങ്കാൽ. വടക്കേ മലബാറിലെ യാത്രക്കാരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമം. മംഗലാപുരം രാമേശ്വരം ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ റെയിൽവേ ബോർഡിന്റെ അനുമതി. ആഴ്ചയിൽ 1 ദിവസമാണ് ട്രെയിൻ സർവീസ് നടത്തുക. മംഗളൂരുവിൽ നിന്നും രാമേശ്വരത്തേക്ക് പുതിയ ട്രെയിൻ പ്രഖ്യാപിച്ച് റെയിൽവേ. കേരളത്തിലൂടെ കടന്നുപോകുന്ന ട്രെയിൻ ഉടൻ തന്നെ സർവീസ് ആരംഭിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. മംഗളൂരു രാമേശ്വരം എക്സ്പ്രസ് ശനിയാഴ്ചകളിൽ വൈകിട്ട് 7:30 മംഗളൂരുവിൽ നിന്നും പുറപ്പെട്ട് ഞായറാഴ്ച രാവിലെ 11:45 രാമേശ്വരത്ത് എത്തിച്ചേരും. രാമേശ്വരം മംഗളൂരു എക്സ്പ്രസ് ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് രാമേശ്വരത്ത് നിന്ന് പുറപ്പെട്ട് തിങ്കളാഴ്ച പുലർച്ചെ 5:50 മംഗളൂരുവിൽ എത്തും. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഷൊർണൂർ, പാലക്കാട്, പഴനി, ഒട്ടൻചത്രം, പൊള്ളാച്ചി, ദിണ്ടിഗൽ, മധുര, മാനാമധുരൈ, രാമനാഥപുരം എന്നിവിടങ്ങളിൽ ട്രെയിനിന് സ്റ്റോപ്പുണ്ടാകും. പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് രാമേശ്വരം. വളരെ കാലമായി കേരളത്തിൽ നിന്നും രാമേശ്വരത്തേക്ക് നേരിട്ട് ട്രെയിൻ വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. സംസ്ഥാനത്ത് നിന്നുള്ള യാത്രക്കാർക്ക് കോയമ്പത്തൂരിലേക്കോ കന്യാകുമാരിയിലേക്കോ പോയി രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ കയറേണ്ട സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. പുതിയ ട്രെയിൻ സർവീസ് തുടങ്ങുന്നതോടെ ഈയൊരു പ്രശ്നത്തിനായിരിക്കും പരിഹാരമുണ്ടാകുക. സംസ്ഥാനത്ത് നിന്നുള്ള യാത്രക്കാർക്ക് കോയമ്പത്തൂരിലേക്കോ കന്യാകുമാരിയിലേക്കോ പോയി രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ കയറേണ്ട സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. പുതിയ ട്രെയിനിൻ്റെ പ്രഖ്യാപനത്തോടെ അത് മാറുന്നുവെന്ന് മാത്രമല്ല, മലബാറിലെ യാത്രാ ദുരിതത്തിനും അല്പം ആശ്വാസമാകും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം, ആലപ്പുഴ, കാസർഗോഡ് വന്ദേ ഭാരത് മംഗളൂരു വരെ നീട്ടി സർവീസ് ആരംഭിച്ചിരുന്നു. ഇതും വടക്കേ മലബാറുകാരുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമേകുന്നതായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി ഹൊസങ്കടി ടൗണിൽ സ്ഥാപിച്ച തെരുവ് വിളക്ക് തൂണുകൾ പലതും പൊളിഞ്ഞു വീഴാറായ നിലയിൽ. കാൽനട യാത്രക്കാർക്കുൾപ്പെടെ ഇത് വലിയ രീതിയിലുള്ള അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. ഹൊസങ്കടിയിൽ ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച തെരുവ് വിളക്ക് തൂണുകൾ പലതും പൊളിഞ്ഞു വീഴാറായ നിലയിലാണ്. ടൗണിൽ സ്ഥാപിച്ച പല ഫൈബർ തൂണുകളുടെയും അടിഭാഗം തകർന്ന നിലയിലാണുള്ളത്. എല്ലാ തൂണുകളിലും വിളക്കുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും തൂണുകൾ തകർന്നു വീണേക്കാവുന്ന അവസ്ഥയിലാണുള്ളത്. തൂണുകളുടെ അടിയിൽ കൂടി കാൽനടയാത്രക്കാരുൾപ്പെടെ നിരവധി പേർ കടന്നുപോകുകയും വാഹനങ്ങൾ പോകുകയും ചെയ്യുന്നതിനാൽ ഇത് വലിയ രീതിയിലുള്ള അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. പ്രവർത്തന സജ്ജമാകും മുൻപേ തെരുവ് വിളക്ക് തൂണുകൾ അപകടാവസ്ഥയിലായത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ഇവ അടിയന്തിരമായി മാറ്റി സ്ഥാപിക്കണമെന്നാണ് വ്യാപാരികളടക്കമുള്ളവരുടെ ആവശ്യം. അബ്ദുൽ റഹ്മാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ ഒറ്റക്കുഴി ശൗചാലയങ്ങൾ പഴങ്കഥയാവുന്നു. ഇതിന്റെ ഭാഗമായി ഈ വർഷത്തെ പദ്ധതിയിൽ മാത്രം 8.5 ലക്ഷം രൂപ ചെലവിട്ട് വാങ്ങിയ 42 പ്രീ ഫാബ്രിക്കേറ്റഡ് സെപ്റ്റിക് ടാങ്കുകൾ വിതരണം ആരംഭിച്ചു. ഒറ്റക്കുഴി മാറ്റി സെപ്റ്റിക് കക്കൂസ് ടാങ്കുകളാക്കുന്നതിനായി അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ 20 ലക്ഷം രൂപ ചിലവിട്ട് 100 വീടുകൾക്ക് കൂടി ടാങ്കുകൾ നൽകും. പഞ്ചായത്തിലെ തങ്കയം 8ാം വാർഡിലെ ചെറുകാനത്ത് നടന്ന ചടങ്ങിൽ സെപ്റ്റിക് ടാങ്ക് കൈമാറി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വരും വർഷങ്ങളിൽ CSR ഫണ്ടുകൾ സ്വരൂപിച്ച് കൂടുതൽ ഗുണഭോക്താക്കൾക്ക് ഇവ നൽകുവാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ടെന്നും VK ബാവ പറഞ്ഞു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സെപ്റ്റിക് ടാങ്ക് വിതരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പഞ്ചായത്തിലെ 42 കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ നൽകുന്നത്, ഈ വർഷം നൽകുന്നത്. 8,40,000 രൂപയാണ് ഇതിന് വകയിരുത്തിയിട്ടുള്ളത്. അടുത്ത വർഷം 100 പേർക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. പടിപടിയായി തൃക്കരിപ്പൂരിലെ മുഴുവൻ ഒറ്റക്കുഴി കക്കൂസുകൾ മാറ്റി ആ കക്കൂസുകളൊക്കെ സെപ്റ്റിക് ടാങ്ക് ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി CSI ഫണ്ടുകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് ബൃഹത്തായ പദ്ധതികൾക്കാണ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് രൂപം നൽകാൻ പോകുന്നത്.
പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഹാഷിം കാരോളം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം രജീഷ് ബാബു, ഫായിസ് ബീരിശ്ശേരി, സീത ഗണേഷ്, എം ഷൈമ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എസ് കെ പ്രസൂൺ, രജിഷ കൃഷ്ണൻ, തൊഴിലുറപ്പ് പദ്ധതി മേറ്റ് എം രേഷ്മ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചെറുവത്തൂർ തുരുത്തിയിൽ സുബഹി നിസ്കാരത്തിന് പോയ പള്ളി ഖത്തീബിന്റെ മുറി തുറന്ന് പണം കവർന്ന 3 യുവാക്കൾ അറസ്റ്റിൽ. പഴയങ്ങാടി വെങ്ങര സ്വദേശികളായ 3 യുവാക്കളെയാണ് നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ച് ചന്തേര പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെറുവത്തൂർ തുരുത്തി ജുമാ മസ്ജിദ് ഖത്തീബിന്റെ മുറിയിലെ മേശവലിപ്പ് കുത്തി തുറന്ന് 37,000 രൂപ കവർന്ന സംഭവത്തിൽ പഴയങ്ങാടി വെങ്ങര സ്വദേശികളായ മുഹമ്മദ് ഫയാസ്, മുഹമ്മദ് ഇഫാത്ത്, PK മൻസൂർ എന്നിവരെയാണ് ചന്തേര പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവം. മലപ്പുറം തവനൂർ സ്വദേശിയായ ചെറുവത്തൂർ തുരുത്തി ജുമാ മസ്ജിദ് ഖത്തീബ് താജുൽ അക്ബർ സുബഹി നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോയ സമയം നോക്കി 3 യുവാക്കളും ചേർന്ന് ഖത്തീബിന്റെ മുറി തുറന്ന് മേശവലിപ്പിൽ സൂക്ഷിച്ച പണം മോഷ്ടിക്കുകയായിരുന്നു. പഴയങ്ങാടി മുട്ടംപള്ളിയിൽ മുൻപ് താജുൽ അക്ബർ സേവനം ചെയ്തു വന്ന വേളയിൽ വെങ്ങര സ്വദേശിയായ മുഹമ്മദ് ഫയാസിനെ പരിചയമുണ്ടായിരുന്നതായും പള്ളിയിലെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ യുവാവിനെ തിരിച്ചറിയുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ 3 പേരെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള NGO സംഘ് കാസർഗോഡ് ജില്ലാ സമ്മേളനം കാസർഗോഡ് നഗരസഭ വനിതാ ഭവനിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി AS സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കേരള NGO സംഘ് ജില്ലാ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി AS സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിൽ ജീവനക്കാർക്ക് നിഷേധിച്ച 21% ക്ഷാമബത്തയുടെ ആദ്യ ഗഡു പ്രഖ്യാപിച്ചപ്പോൾ കുടിശ്ശിക നൽകാത്തത് വഞ്ചനാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പൊതുസമൂഹത്തിന്, മുന്നിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു പൊതുസമൂഹത്തിന്, ലോകത്തിൻ്റെ മുൻപിൽ മാതൃകയായി തീരാൻ ആഗ്രഹിക്കുന്ന ഒരു പൊതുസമൂഹത്തിന് ഇത്തരം കാര്യങ്ങൾ ആശാസ്യമാണോ എന്നുള്ളത് നാം ചിന്തിക്കണം. പക്ഷേ കേരളത്തിൽ നേരത്തെ പറഞ്ഞവണ്ണം സമ്പൂർണ്ണ മദ്യ സംസ്ഥാനമാക്കി മാറ്റിക്കൊണ്ട് കേരളത്തെ മുഴുവൻ ഒരു ചൂതാട്ടത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് സർക്കാർ തന്നെ അത്തരം ചൂതാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത് അധ്യക്ഷനായി. പ്രശാന്ത് ബാബു കൈതപ്രം, A രവികുമാർ, P പീതാംബരൻ, KV ബാബു, കേശവ് ഭട്ട്, T കൃഷ്ണൻ, M ആര്യലക്ഷ്മി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. K രഞ്ജിത്തിനെ പ്രസിഡന്റായും സുരേഷ് നായിക്, ദേവദാസ് എന്നിവരെ വൈസ് പ്രസിഡന്റായും V ശ്യാംപ്രസാദിനെ സെക്രട്ടറിയായും രഞ്ജീവ് രാഘവൻ, രാജേഷ് നക്രജെ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും K രവികുമാറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പഴയ പ്രസ് ക്ലബ് ജംഗ്ഷന് സമീപത്തെ പ്രസ്റ്റേജ് സെന്റർ ബിൽഡിംഗിലെത്തുന്ന കസ്റ്റമർക്കായി ഇന്റർലോക്ക് ചെയ്ത പാർക്കിംഗ് സൗകര്യമൊരുങ്ങി. ബിൽഡിംഗ് ഓണർമാരും ബിൽഡിംഗിലെ വ്യാപാരികളും ചേർന്നാണ് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയത്. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പാർക്കിംഗ് ഏരിയ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പഴയ പ്രസ് ക്ലബ്ബ് ജംഗ്ഷന് സമീപത്തെ പ്രസ്റ്റീജ് സെന്റർ ബിൽഡിംഗിലെത്തുന്ന കസ്റ്റമർക്കായി വിപുലമായ പാർക്കിംഗ് സൗകര്യമൊരുങ്ങി. ബിൽഡിംഗ് ഓണർമാരും ബിൽഡിംഗിലെ വ്യാപാരികളും ചേർന്നാണ് ഇന്റർലോക്ക് ചെയ്ത പാർക്കിംഗ് സൗകര്യം ഒരുക്കിയത്. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പാർക്കിംഗ് ഏരിയ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിയാന ഹനീഫ് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. പുതിയ ഇന്റർലോക്ക് പാർക്കിംഗ് ഏരിയ ഒരുക്കുന്നതിനായി നേതൃത്വം നൽകിയ നാസർ ലിൻ ഷോപ്പിനെയും സമീർ ആമസോണിക്സിനെയും ചടങ്ങിൽ കാസർഗോഡ് മർച്ചന്റ്സ് യൂണിറ്റ് പ്രസിഡന്റ് TP ഇല്യാസ് ആദരിച്ചു. പരിപാടിയിൽ അഹമ്മദ് കുട്ടി, കയ്യും മാളിക ട്രാവൽസ്, ഹംസ ബാക്ക് പാലസ് ഓഡിറ്റർ സുബ്രഹ്മണ്യം, അബ്ദുറഹ്മാൻ മാർക്ക്, സംസീർ, KV റാം, സമീർ ന്യൂ ലുക്ക്, സെക്കൻ സിംഗ്, ഹരി സിംഗ്, സോപാൽ സിംഗ്, സുബ്രയ GK, സാബിത്ത് റോയൽമാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ വാർഷിക സമ്മേളനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നു. പ്രതിനിധി സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ 40ാമത് വാർഷിക സമ്മേളനത്തിന്റെ ജില്ലാ കൌൺസിൽ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി KV രാഘവൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ PK ബാലകൃഷ്ണൻ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ചർച്ചയിൽ PV മനോജ്, ശോഭ NK, അരുൺ ദാസ്, മായ,
സജിത് കുമാർ, അജിത് ലാൽ, KM പ്രസന്ന, PVK മഞ്ജുഷ എന്നിവർ സംസാരിച്ചു. രണ്ടാം ദിനത്തിൽ നടത്തിയ പ്രതിനിധി സമ്മേളനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നിയമം എന്ന് പറയുന്നത് ഉണ്ടാക്കിയ നിയമം 5 കൊല്ലം പാസാക്കിയ നിയമം, ആ നിയമങ്ങളെല്ലാം ഓരോന്നും എടുത്തു നോക്കിയാൽ നമ്മുടെ ഈ രാജ്യത്തിനും ജനങ്ങൾക്കും എതിരായിട്ടുള്ള നിയമങ്ങളാണ്. ഞാൻ ഒറ്റൊരു ഉദാഹരണം റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയാം. ഈ കഴിഞ്ഞ ദിവസം ഇപ്പം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ 3 പേരുണ്ട്, ഇപ്പം 3 പേരായിട്ടുണ്ട്. ഒരാൾ നമ്മുടെ കേരളത്തിലെ പണ്ട് ഞാനൊക്കെ മിനിസ്റ്റർ ആയിരുന്ന സന്ദർഭത്തിൽ PWDന്റെ സെക്രട്ടറി ജ്ഞാനേഷ് കുമാറാണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് വന്നത്. 3 പേരാണ്. ഇടക്കാലത്ത് ഒരാഴ്ച മുൻപ് അരുൺ ഗോയൽ എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരംഗം അതിൽ നിന്ന് രാജിവെച്ചു. മറ്റേയാൾ മുൻപേ പോയിട്ടുണ്ടായിരുന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരാൾ മാത്രമായി മാറി. കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെയുണ്ട്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ പോലും തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഭരണഘടനാ വിരുദ്ധമായി, ജനാധിപത്യ വിരുദ്ധമായി കേന്ദ്രം പ്രവർത്തിച്ചു. മധു കരിമ്പിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി രാഘവൻ പാലായി സ്വാഗതം പറഞ്ഞു. FSCTU ജില്ലാ സെക്രട്ടറി K ഹരിദാസ്, NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം K ഭാനുപ്രകാശ്, കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് ജില്ലാ സെക്രട്ടറി ശരത് PV, സംസ്ഥാന കമ്മിറ്റി അംഗം DL സുമ എന്നിവർ സംസാരിച്ചു. രമേശൻ കോളിക്കര രക്തസാക്ഷി പ്രമേയവും KP ഗംഗാധരൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CK ഷിബു സംഘടനാ പ്രമേയം അവതരിപ്പിച്ചു. സംഘടനാ പ്രമേയത്തിനുമേലുള്ള ചർച്ചയിൽ റിജു മാത്യു, M മല്ലിക, TC സജീവൻ, അനിത, വിനോദ് കുമാർ, ഡോക്ടർ രേഷ്മ, ഡോക്ടർ വിക്രം കൃഷ്ണൻ, സുരേന്ദ്രൻ KV, മധുസൂദനൻ, അരുൺ ജോസ്, ജയപ്രകാശൻ K എന്നിവർ പങ്കെടുത്തു. പ്രമേയങ്ങളുമായി ബന്ധപ്പെട്ട് വിനോദ് കുമാർ TV, K ബാലകൃഷ്ണൻ എന്നിവർ ചർച്ച ക്രോഡീകരിച്ച് സംസാരിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AS സുമ സംഘടനാ ചർച്ചകൾക്ക് മറുപടി പറഞ്ഞു. പുതിയ ഭാരവാഹികളായി മധു കരിമ്പിലിനെ പ്രസിഡന്റായും ആർജിത PV, വൈശാഖ് ബാലൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുത്തു. രാഘവൻ പാലായി സെക്രട്ടറിയായും KP ഗംഗാധരൻ, രമേശൻ കോളിക്കര എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും PK ബാലകൃഷ്ണൻ ട്രഷററായും നഫീസത്ത് ഹംഷീന വനിതാ കൺവീനറായും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് കോടതി പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി തിരിതെളിയിച്ചു. 75 വർഷം പൂർത്തിയായ ഹോസ്ദുർഗ് കോടതി പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾക്ക് പ്രൌഢോജ്വലമായ തുടക്കം. 1 വർഷം നീണ്ടുനിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾക്ക് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി തിരിതെളിയിച്ചു. In my opinion, the district judiciary is the backbone of the entire judicial system. Drafting a plaint is difficult than filing a writ petition under Article 226 of Constitution of India, and particularly it is more difficult now to appropriately draft the plaint since amendment would be now will be seen a little bit differently than in those old days which ordinarily were granted by the court. So junior lawyers who are drafting the plaint or filing the written statements or rejoinders in the matters I am sure that they will read the papers time and again, which provisions would be applicable in the particular case, and thereafter draft the plaint and in the case of written statement accordingly. സംഘാടക സമിതി ചെയർമാൻ E ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിച്ചു. അഭിഭാഷക ഡയറി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പ്രകാശനം ചെയ്തു. ബാങ്ക് ഓഫ് ബറോഡ കോഴിക്കോട് റീജിയണൽ മാനേജർ കണ്ണൻ ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണക്കുറുപ്പ്, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, NA നെല്ലിക്കുന്ന് MLA, കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ KV സുജാത, ജില്ലാ ജഡ്ജി KK ബാലകൃഷ്ണൻ, പോക്സോ കോടതി ജഡ്ജി സുരേഷ് കുമാർ, അഭിഭാഷകരായ MC ജോസ്, P അപ്പുക്കുട്ടൻ, CK ശ്രീധരൻ, KP ശശീന്ദ്രൻ, മണികണ്ഠൻ നായർ, CK രത്നാകരൻ, AV വാമനകുമാർ, KV രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഭരണഘടനാ പരിപാലനത്തിൽ ജുഡീഷ്യറിക്കുള്ള പങ്ക് എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് P നാരായണൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് KT ജോസഫ്, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ നേതൃത്വ കൺവെൻഷൻ DCC ഓഫീസിൽ നടന്നു. ഇതോടൊപ്പം ജില്ലാ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണവും നടന്നു.
കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ നേതൃത്വ കൺവെൻഷനും പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ദിവാകരൻ കരിച്ചേരിയുടെ സ്ഥാനാരോഹണവും കാസർഗോഡ് DCC ഓഫീസിൽ നടന്നു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടന പ്രകാരം രാജ്യത്തെ എല്ലാ പൗരനും ജീവിക്കാനുള്ള അവകാശം എല്ലാ പൗരനും വളരെ സമാധാനത്തോടു കൂടി ഇവിടെ രാജ്യത്ത് എല്ലാ സൗകര്യത്തോടു കൂടി അവരുടെ മതാനുഷ്ഠാനങ്ങൾ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ഇന്ത്യ, ആ ഇന്ത്യയെ ഇല്ലായ്മ ചെയ്യുന്ന രൂപത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾക്കാണ് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അമിത്ഷായും ഇതിന് നേതൃത്വം കൊടുക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പ്രവാസി കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജമീല അഹമ്മദ് അധ്യക്ഷയായി. KP കുഞ്ഞിക്കണ്ണൻ, ഹക്കീം കുന്നിൽ, MC പ്രഭാകരൻ, ധന്യ സുരേഷ്, സാജിദ് മൗവൽ, M രാജീവൻ നമ്പ്യാർ, KV ഭക്തവത്സലൻ, MPM ഷാഫി, മിനി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ പഞ്ചായത്ത് ലൈസൻസ് പുതുക്കൽ, ലേബർ രജിസ്ട്രേഷൻ ക്യാമ്പ് എന്നിവ നടത്തി. വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വിവിധ ധനസഹായ വിതരണവും നടന്നു. തൃക്കരിപ്പൂർ ടൗണിലെ വെള്ളാപ്പ് റോഡിലെ വ്യാപാര ഭവനിൽ പുതിയ വർഷത്തിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ്, ലേബർ രജിസ്ട്രേഷൻ എന്നിവ പുതുക്കുന്നതിനുള്ള സൗകര്യമാണ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനസഹായം വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് CH അബ്ദുൽ റഹീമിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഏറ്റുവാങ്ങി. പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ വെച്ച് ക്യാമ്പ് നടത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും പഞ്ചായത്തിന്റെ നമ്മൾ അഭ്യർത്ഥന മാനിച്ച് പഞ്ചായത്ത് ചെയ്തു തരുന്നതാണ്. കാരണം ഇപ്പോഴെല്ലാം ഓൺലൈനും മറ്റു സംവിധാനങ്ങൾ പുതിയ സംവിധാനങ്ങൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടവർക്കുണ്ട് എന്ന് നമ്മൾ സെക്രട്ടറി ഉസ്മാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ വളരെ നിർബന്ധിച്ച അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇവരെ ശമ്പളം ആക്കി തന്നിട്ടുള്ളത്. തൃക്കരിപ്പൂർ മഹോത്സവത്തിൽ സ്വരൂപിച്ച തുകയിൽ നിന്നും വിവിധ പ്രദേശങ്ങളിലെ രോഗികൾക്കായി 1,75,000 രൂപ ചടങ്ങിൽ വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് CH അബ്ദുൽ റഹീം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AG നൂറുൽ അമീൻ, ട്രഷറർ A കുഞ്ഞിക്കണ്ണൻ, PP അബ്ദുൽ നാസർ, VP ഗോപാലകൃഷ്ണൻ, S അബ്ദുൽ റഹ്മാൻ, C കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പുല്ലൂരിലെ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന അഡ്വക്കേറ്റ് P കൃഷ്ണൻ നായരുടെ 60ാം ചരമവാർഷിക പരിപാടികൾക്ക് തുടക്കമായി. ഓർമ്മയുടെ 60 ആണ്ട് പരിപാടി പ്രഭാഷകൻ സുനിൽ P ഇളയിടം ഉദ്ഘാടനം ചെയ്തു. ആധുനികത എന്ന് പറയുന്നത് ഏറ്റവും ആധുനികമായ ഉപകരണങ്ങളോ സങ്കേതങ്ങളോ അല്ല, മറിച്ച് ആധുനിക കാലഘട്ടം ഉൽപ്പാദിപ്പിച്ച മാനവിക മൂല്യങ്ങളാണെന്ന് പ്രഭാഷകൻ സുനിൽ P ഇളയിടം പറഞ്ഞു. അത് അപരാൻമുഖമാണ്. ഈ സാഹോദര്യത്തെയും പരസ്പര സ്നേഹത്തെയും അടർത്തിമാറ്റി ആധുനികത കേവലം സങ്കേതമാവുമ്പോൾ അത് ഫാസിസത്തിലേക്കുള്ള വഴിയാവുന്നു. പുല്ലൂർ വണ്ണാർവയലിൽ അഡ്വക്കേറ്റ് P കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിൽ ഓർമ്മയുടെ 60 ആണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 6 പതിറ്റാണ്ട് മുമ്പ് വിടവാങ്ങിപ്പോയ ഒരാളെ ഓർമ്മിക്കാൻ ഇത്തരത്തിലൊരു വായനശാലയും അതിനോടനുബന്ധിച്ച് ഇത്രയേറെ പരിപാടികളുമെല്ലാം ഉണ്ടായി വരിക എന്നുള്ളത് സാധാരണ നിലയിൽ പ്രയാസമുള്ളൊരു കാര്യമാണ്. വളരെ സമുന്നതരായ രാഷ്ട്രനേതാക്കൾ വരെ ആദ്യത്തെ കുറച്ചു കാലത്തെ ഓർമ്മകൾക്ക് ശേഷം പൊതുവെ വിസ്മൃതിയിലേക്ക് മാഞ്ഞു പോകുന്ന നിലയിലാണ് ജീവിതത്തിൻ്റെ ഗതിവേഗം. കാലം മുമ്പോട്ട് ഒഴുകുന്നു, ഓർമ്മകൾ പതുക്കെ പതുക്കെ മാഞ്ഞു പോവുകയും ചെയ്യുന്നു. ആധുനിക മൂല്യങ്ങളെയും അപരോന്മുഖതയെയും ആത്മസത്തയുടെ ഭാഗമാക്കുകയാണ് സാഹിത്യം ചെയ്യുന്നത്. ലോകത്ത് എവിടെയായുള്ള മനുഷ്യന്റെ വേദന സ്വന്തം വേദനയായി കാണാനും അപരജീവിതങ്ങളെ സ്വജീവിതമാക്കി മാറ്റാനും സാഹിത്യത്തിനും കലയ്ക്കും കഴിയും. കേരളത്തിലെ കലാ സാംസ്കാരിക ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ ഈ ദൌത്യം നിർവഹിച്ചതിന്റെ ചരിത്രം കൂടിയാണ് നമ്മുടെ നവോത്ഥാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
പുല്ലൂരിലെ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന പി കൃഷ്ണൻ നായരുടെ 60ാം ചരമവാർഷികത്തിന്റെ ഭാഗമായാണ് ഓർമ്മയുടെ 60 ആണ്ടെന്ന പേരിൽ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ സി ബാലൻ അധ്യക്ഷനായി. പത്മനാഭൻ പടിഞ്ഞാറേ വീട്, അനിൽ പുളിക്കാൽ, മാടിക്കാൽ നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ വിശദീകരിച്ച് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ IAS. പെരുമാറ്റച്ചട്ടവും ക്രമസമാധാന പാലനവും ഉറപ്പുവരുത്തുന്നതിനായി വിവിധ സ്ക്വാഡുകൾ പ്രവർത്തനം ആരംഭിച്ചു. വടക്കേ മലബാറിലെ യാത്രക്കാരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമം. മംഗലാപുരം രാമേശ്വരം ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ അനുമതി. ഒസങ്കടി ടൗണിൽ സ്ഥാപിച്ച തെരുവ് വിളക്ക് തൂണുകളിൽ പലതും പൊളിഞ്ഞു വീഴാറായ നിലയിൽ. കാൽനട യാത്രക്കാരുൾപ്പെടെ വലിയ രീതിയിലുള്ള അപകട ഭീഷണി നേരിടുന്നു. തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ ഒറ്റക്കുഴി കക്കൂസുകൾ പഴങ്കതിയാവുന്നു. ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ പ്രീ ഫാബ്രിക്കേറ്റഡ് സെപ്റ്റിക് ടാങ്കുകൾ വിതരണം ആരംഭിച്ചു. ചെറുവത്തൂർ തുരുത്തിയിൽ പള്ളികത്തീപിന്റെ മുറി തുറന്ന് പണം കവർന്ന 3 യുവാക്കൾ അറസ്റ്റിൽ. അറസ്റ്റിലായത് പഴയങ്ങാടി വെങ്ങര സ്വദേശികൾ. കേരള NGO സംഘ് കാസർഗോഡ് ജില്ലാ സമ്മേളനം നഗരസഭ വനിതാ ഭവനിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി A.A. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.